സൂപ്പർമാനും ഫാന്റാസ്റ്റിക് ഫോറും തമ്മിലുള്ള യുദ്ധത്തിൽ സൂപ്പർമാൻ ജയിച്ചു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ ജൂലൈ മാസം മാർവലിന്റെയും ഡിസിയുടെയും സൈഡിൽ നിന്നും വന്ന ഏറ്റവും വലിയ റിലീസസ് ആയിരുന്നു ഈ രണ്ട് സിനിമകൾ. നാലാമത്തെ ആഴ്ചയിൽ സൂപ്പർമാന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 550 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ആഴ്ചയിൽ പോലും ഫാന്റാസ്റ്റിക് ഫോറിന് 400 മില്യൺ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രധാനമായിട്ടും ഫാന്റാസ്റ്റിക് ഫോറിന്റെ ടിക്കറ്റ് സെയിൽസിൽ രണ്ടാമത്തെ ആഴ്ചയിൽ വന്നേക്കുന്നത് 66% ഡ്രോപ്പ് ആണ്. എന്നാൽ സൂപ്പർമാനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർമാൻ ഫേസ് ചെയ്തത് വെറും 53% ഡ്രോപ്പ് മാത്രമാണ്. സൂപ്പർമാൻ ഈ യുദ്ധത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് സൂപ്പർമാൻ. പക്ഷെ ഇത്രയും വലിയ ഡിഫറൻസിൽ ഫാന്റാസ്റ്റിക് ഫോർ തോൽക്കും എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. മാർവൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് തട്ടിക്കൂട്ട് സിനിമകളും സീരീസുകളും ഇറക്കുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റുഡിയോയിലുള്ള ആളുകളുടെ വിശ്വാസം പോയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തണ്ടർ ബോൾസ് പോലുള്ള അടിപൊളി സിനിമകൾ ഇറങ്ങിയിട്ട് പോലും ഒരു പ്രോപ്പർ ഹിറ്റ് മാർവലിന് കിട്ടാത്തത് ഈ സ്റ്റുഡിയോയുടെ ചീത്തപ്പേര് കാരണമാണ്. ഇനി വരാനിരിക്കുന്ന സ്പൈഡർമാൻ ആണ് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്.